ഒരു 13 വർഷങ്ങൾക്ക് ശേഷം ഊട്ടിയിലേക്ക് നടത്തിയ ഒരു യാത്രയാണ് ഈ ബാപ്പാം സീരീസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. 13 വർഷത്തിന് മുമ്പ് ഞാനും രാധികയുമായിരുന്നു ഫ്രണ്ട് സീറ്റിൽ, ഡ്രൈവിങ്ങും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയായി സീറ്റിങ്. നമസ്കാരം, ഞാൻ വിനോദാണ്. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. തൃശ്ശൂർ കഴിഞ്ഞ് പാലക്കാട് എത്തുന്നതിന് മുമ്പ് കണ്ട കാഴ്ചയാണിത്. ഇത് വടക്കാഞ്ചേരിയിലുള്ള ഒരു ജീപ്പ് ചായക്കടയാണ്. ജീപ്പിൻ്റെ ഫേസിലുള്ള ഒരു ചായക്കട. ഇവിടെ നല്ല ചായയും കിട്ടും, നല്ല ചെറുകടികളും കിട്ടും കേട്ടോ. അത് കഴിച്ച് ഡ്രൈവർ ഒന്ന് മാറി അടുത്തയാൾ ഫ്രണ്ട് സീറ്റിൽ, ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. വാളയാർ ചെക്ക് പോസ്റ്റാണ്. വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഹൈവേയിൽ, കോയമ്പത്തൂർ ഹൈവേയിൽ കണ്ട ഒരു ആക്സിഡൻ്റാണിത്. ഒരു നാഷണൽ പെർമിറ്റ് ലോറിയും ഒരു ക്രെയിനും ഒക്കെ റോഡ് ക്രോസ് ചെയ്ത് ഇടിച്ച് കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ കോയമ്പത്തൂരിൻ്റെ മടുപ്പിക്കുന്ന ട്രാഫിക്കിലേക്കും മടുപ്പിക്കുന്ന റോഡിലേക്കും കയറി ഒരുവിധം അരമണിക്കൂർ 3/4 മണിക്കൂർ വട്ടം കറങ്ങിയാണ് മേട്ടുപ്പാളയം റോഡിലേക്കൊന്ന് കടക്കാൻ സാധിച്ചത്. മേട്ടുപ്പാളയം കോട്ടഗിരി റോഡിലേക്കെത്തി വനത്തിലൂടെയുള്ള യാത്ര തുടങ്ങുകയാണ്. അതിനു മുമ്പ് ഒരു പ്ലാസ്റ്റിക് പരിശോധനയും കഴിഞ്ഞ് വനത്തിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. വഴിയിലൊക്കെ ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കോവൈ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. പണ്ട് ഊട്ടിയിൽ വരുമ്പം ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു മുമ്പിൽ. ഇപ്പോൾ മക്കളൊക്കെ മുതിർന്നു. അവർ ഫ്രണ്ട് സീറ്റ് കൈയടക്കി, ഡ്രൈവർ സീറ്റും ഒക്കെ കൈയടക്കിയിരിക്കുന്നു. ഞങ്ങൾ സ്വസ്ഥരായി പുറകിലിരുന്നുള്ള യാത്രയാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ കോട്ടഗിരി ഘാട്ട് റോഡിലേക്ക് കടന്നു കേട്ടോ. ടെമ്പറേച്ചർ കുറേശ്ശെ താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ AC ഓഫ് ചെയ്തിട്ടില്ല. AC ഓഫ് ചെയ്യാതെ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. ഫ്രണ്ടിൽ വലിയ ലോറികളൊക്കെ കടന്നു പോകുന്നുണ്ട്. നല്ല ടേണിങ്സും ഒക്കെയുള്ള ഘാട്ട് റോഡാണിത്. ചുറ്റുമുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. അത് തന്നെയല്ല, മേട്ടുപ്പാളയം കോട്ടഗിരി റോഡ് വളരെയധികം നന്നായിരിക്കുന്നു. നല്ല റോഡാണ്. ഡ്രൈവിങ്ങിന് വളരെ സുന്ദരമായ ഒരു റോഡാണിത്. കോട്ടഗിരി, കോടനാട്, ഊട്ടി, കൂനൂർ കാഴ്ചകൾ ഒരു സീരീസായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. യാത്ര പോകുന്ന സീരീസിന് ബാപ്പാം എന്നാണ് നമ്മൾ സീരീസിന് പേരിട്ടിരിക്കുന്നത്. ഇത് ബാപ്പാം സീരീസാണ്, കോട്ടഗിരി ട്രിപ്പാണ്. അപ്പം വീഡിയോ തീർച്ചയായും നിങ്ങൾ മുഴുവനായിട്ട് കാണുക. പല ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. കൊച്ചു കൊച്ചു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളും കാഴ്ചകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. നോക്കൂ, ആ വളവിൽ ഒരു ഫോർച്യൂണർ നമ്മുടെ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയ ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആ വണ്ടി, ഇതിന് ഒരു കൊമ്പൻ എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. കോട്ടഗിരിയിൽ കൊമ്പനെ കാണണമെങ്കിൽ ഈ വണ്ടിയിൽ വന്നാൽ മതി. ഒരു മല നമ്മൾ ടേൺ ചെയ്തു. ഇപ്പോൾ താഴ്ചയുള്ള ഭാഗം നമ്മുടെ ഇടത്ത് സൈഡിലായി. മിസ്റ്റ് ദൂരെ നിന്ന് കാണാം നമുക്ക്. ടെമ്പറേച്ചർ താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് കല്ലാർ ചെക്ക് പോസ്റ്റാണ്. ഊട്ടിയിലേക്കുള്ള എൻട്രി പോയിൻ്റാണ്. ഇവിടെ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യും. അതുപോലെ നമ്മളെ പാസ് വെരിഫൈ ചെയ്യും. അത് കൂടാതെ നമ്മുടെ ഡ്രൈവറിൻ്റെ ലൈസൻസ്, വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇവയെല്ലാം കുറിച്ച് കൊടുത്ത് വേണം നമുക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട്. വെരിഫിക്കേഷൻ നിൽക്കുന്നതാണ്. പാസ് എടുക്കാത്തവരെ ഇവിടെ വന്ന് തന്നെ എടുക്കണം. പാസ് നമ്മൾ എടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് പോന്നിരിക്കുന്നത്. അപ്പോൾ പുത്രൻ പോയി വണ്ടി കുറേ ഇങ്ങോട്ട് മാറ്റിയിട്ടു. പുത്രൻ അദ്ദേഹങ്ങളുടെ ഡ്രൈവർ, പുള്ളിയുടെ ഡ്രൈവിംഗ് ലൈസൻസും ഒക്കെ കാണിച്ച് വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ അവിടുന്ന് വീണ്ടും
കോട്ടഗിരിയിലേക്കുള്ള യാത്ര തുടരുന്നത്. വിരാട വിനോദം ദ 60+ യങ്സ്റ്റർ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഈ ചാനലിലൂടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫാമിലി ആയിട്ടുള്ള ട്രിപ്പുകളും സുഹൃത്തുക്കളായിട്ടുള്ള ട്രിപ്പുകളും ഒക്കെ നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഏതാണ്ട് ഊട്ടിയുടെ അന്തരീക്ഷത്തിലേക്ക് നമ്മളെത്തി. നല്ല കാലാവസ്ഥയായി, നല്ല തെളിഞ്ഞ ആകാശമാണ്, നല്ല തണുപ്പൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. വൃക്ഷങ്ങളുടെയൊക്കെ ഭംഗി നമുക്ക് കാണാം. മലനിരകളൊക്കെ നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, മേഘങ്ങൾ കാണാം. അങ്ങനെ ഊട്ടി എത്തി എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഇവിടെ മുതൽ കിട്ടുകയാണ്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ആണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഒന്ന് വെളിയിലേക്കൊന്ന് നോക്കി കാണിച്ചു തരാം. മലനിരകളും തേയിലത്തോട്ടങ്ങളും ഒക്കെ നിൽക്കുന്നതെന്ന് കാണിച്ചു തരാം. നോക്കൂ, നിരയായിട്ട് നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾ, കുന്നുകൾ, നല്ല ഭംഗിയുള്ള പ്രദേശം. അതുപോലെ തന്നെ ടെമ്പറേച്ചർ താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ AC ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് ഇനി ഇവിടെ നിന്നുള്ള യാത്ര. ഞാൻ മാത്രമേ ഇറങ്ങിയുള്ളൂ. പൊതുവെ വേറെ ആരും ഇറങ്ങിയില്ല. നമ്മൾ വീഡിയോയുടെ പർപ്പസിന് വേണ്ടിയിട്ട് ഇറങ്ങിയതല്ല. 2 പേരും മൊബൈലിൽ ആണ്. മലഞ്ചെരുവിൽ പെട്ടിയായിട്ട് നിരത്തി വെച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ നമുക്ക് ഇനിയിപ്പം പല സ്ഥലങ്ങളിലും കാണാം. ആദ്യത്തെ കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് കോട്ടഗിരിക്ക് തൊട്ടടുത്തുള്ള ചെറിയൊരു പ്രദേശമാണ്, ചെറിയൊരു ടൗണാണ്. ഊട്ടി 31 കിലോമീറ്റർ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ കോട്ടഗിരിയിൽ നിന്ന് 22 കിലോമീറ്ററാണ് ഊട്ടിക്കുള്ളത്. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഇനി 8-10 കിലോമീറ്ററൂടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കോട്ടഗിരിയിൽ എത്തും. ആ പെട്ടിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ കാണാൻ ഇന്ന് ഭംഗിയാണല്ലേ. ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യമാണ് ഇതിൻ്റെ. മഞ്ഞു മൂടിയ മേഘങ്ങൾക്കിടയിലൂടെ കാണുമ്പോൾ പ്രത്യേകിച്ചും മലനിരകൾ തന്നെ കാണാനായിട്ടൊരു ഭംഗിയുണ്ട്. നീലഗിരീസിൻ്റെ സൗന്ദര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇവിടെ ഒരു വർക്ക്ഷോപ്പാണെന്ന് തോന്നുന്നു. ധാരാളം വണ്ടികൾ കിടപ്പുണ്ട്. പണ്ടൊരിക്കലും ഊട്ടിയിൽ വന്നും ഞങ്ങളുടെ വണ്ടിയൊന്ന് ബ്രേക്ക് ഡൗൺ ആവുകയും ഒരു ക്രിസ്മസ് ദിവസമായിരുന്നു അന്ന്, ഒന്നും ഒരു വർക്ക്ഷോപ്പ് പോലും കിട്ടാതെ ബുദ്ധിമുട്ടിയ ഒരു സമയമുണ്ടായി. ആ ഓർമ്മയ്ക്കാണ് ഇപ്പം വർക്ക്ഷോപ്പ് കണ്ടപ്പോൾ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ, ഒരു ചെറിയ സന്തോഷം നമുക്ക് ഇപ്പോൾ തോന്നിയത്. റോഡിൻ്റെ സൈഡിൽ മിക്കയിടത്തും തന്നെ നമ്മൾ കേരളത്തിൽ കാണുന്നത് പോലെ ആൾവാസം, തിരക്കുമൊക്കെ ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ കോട്ടഗിരിയുടെ അടുത്തേക്ക് എത്തുകയാണ്. കോട്ടഗിരി എത്തിയാൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് മോഡീസ് ബേക്കറിയാണ്. 1951 സ്റ്റാർട്ട് ചെയ്ത വളരെ പഴക്കമുള്ള ഊട്ടിയിലെ ഏറ്റവും പ്രമുഖമായ ബേക്കറികളിലൊന്നാണ് മോഡീസ് ബേക്കറി. അവിടെ നിന്ന് ഇറങ്ങുക ആണ് നമ്മളുടെ ആദ്യത്തെ ലക്ഷ്യം. മോഡീസ് ബേക്കറിയുടെ കാഴ്ചകൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഈ സീരീസിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കോട്ടഗിരിയിൽ കാമരാജ് റൗണ്ടിന് തൊട്ടടുത്താണ് ഈ മോഡീസ് ബേക്കറി എന്ന് പറയുന്നത്. 1951 സ്റ്റാർട്ട് ചെയ്ത ഊട്ടിയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ബേക്കറിയാണ് ഈ മോഡീസ് ബേക്കറി.
ഇതിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡ്, ബാപ്പാം സീരീസിലെ അടുത്ത എപ്പിസോഡ് ഉടനെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി.